ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 8ാമത്തെ പാഠഭാഗമായ വണ്ടേഴ്സ് ഓഫ് സ്കൈ എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ മലയാളം മീഡിയം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണാം. ഇനി നമുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. ഓക്കെ, വണ്ടേഴ്സ് ഓഫ് സ്കൈ. സ്കൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശം. വണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ വിസ്മയങ്ങൾ. അപ്പോൾ ആകാശത്തിലെ അത്ഭുതങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ വിസ്മയങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നോക്കാം. കേരള സെലിബ്രേറ്റ് സോളാർ എക്ലിപ്സ്. എന്താണ്? കേരളം സോളാർ എക്ലിപ്സ് സെലിബ്രേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ന്യൂസ് ഹെഡ്ലൈൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, തിരുവനന്തപുരം ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ ഫ്ലോക്ക് ടു Kundamangalam Palace to observe the solar eclipse. Arrangement had been made at the schools in different parts of the state to witness the solar eclipse. അപ്പോൾ എന്താണ്? സോളാർ എക്ലിപ്സ് നടക്കുകയാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നൂറുകണക്കിന് ആളുകൾ കനകക്കുന്ന് എന്ന കൊട്ടാരത്തിലെത്തിയിട്ട് ഇത് വീക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. Haven't you read about solar eclipse, a celestial wonder? Have you ever seen a solar or lunar eclipse? അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഇതുപോലെ സൂണാർ എക്ലിപ്സോ അല്ലെങ്കിൽ സോളാർ എക്ലിപ്സോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ ഹൗ ഡസ് ആൻ എക്ലിപ്സ് ഒക്കർ? എങ്ങനെയാണ് ഒരു എക്ലിപ്സ് ഉണ്ടാവുന്നത്? എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? ടു അണ്ടർസ്റ്റാൻഡ് സച്ച് എ celestial വണ്ടേഴ്സ് വി ഷുഡ് ഹാവ് എൻ ഐഡിയ അബൌട്ട് ഷാഡോസ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഷാഡോസിനെ കുറിച്ചിട്ടാണ് പഠിക്കേണ്ടത്. ഷാഡോ. യു മൈറ്റ് ഹാവ് സീൻ യുവർ ഓൺ ഷാഡോ. നിങ്ങൾ എന്താണ്? നിങ്ങളുടെ ഷാഡോ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ട്. നമ്മൾ കാണാറുണ്ടല്ലേ, നമ്മുടെ ഷാഡോസ് എപ്പോഴും കാണാറുണ്ട്. ദെൻ ഹൗ ഇറ്റ് ഈസ് ഫോംഡ്. എങ്ങനെയാണ് അത് ഉണ്ടാകുന്നത്? ഒബ്സർവ് ദ പിക്ചർ. താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അത് ഒബ്സർവ് ചെയ്യുക. ഇവിടെ ഇൻ വിച്ച് ഡയറക്ഷൻ വിൽ ദ ഷാഡോ ഓഫ് ദ ട്രീ ബി സീൻ ഇൻ ദ മോർണിംഗ്. മോർണിംഗിൽ ഈ ഷാഡോ, ഈ മരത്തിൻ്റെ ഷാഡോ എവിടെയായിരിക്കും കാണുന്നുണ്ടായിരിക്കുക? എവിടെയാണ്? വെസ്റ്റിലായിരിക്കും. ഇൻ വിച്ച് ഡയറക്ഷൻ സ്റ്റിൽ ദ ഷാഡോ ഓഫ് ദിസ് ട്രീ ബീൻ ഇൻ ഈവനിങ്. ഈവനിങ്ങിൽ എവിടെയായിരിക്കും? ഈസ്റ്റിലായിരിക്കും. വാട്ട് ചേഞ്ചസ് ക്യാൻ യു സീ ഇൻ അറ്റ് നൂൺ. നൂൺ ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദ ഷാഡോ വിൽ അപ്പിയർ ജസ്റ്റ് ബിലോ ദ ട്രീ ആൻഡ് ഷാഡോ ഈസ് ഷോർട്ടർ. അത് ഷോർട്ടർ ആവുകയും അത് എന്താണ്? ട്രീയുടെ താഴെയായി മാറുകയും ചെയ്യും. Observe the changes in the size and the direction of the shadow of the tree in the above situation. Record it in your science diary. അപ്പോൾ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. Draw the position of the sun by looking at the shadow down in the picture. Will the shape of the shadow be the same at all time? Let's do a simple experiment. അപ്പോൾ ഷാഡോയുടെ ഷേപ്പ് എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിനുള്ള കുറച്ച് എക്സ്പെരിമെൻ്റാണ് താഴെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഇതുപോലെ ചെയ്തു നോക്കാൻ. എന്താണ്? ഹോൾഡ് എ ബാങ്കിൾ ആസ് ഷോൺ ഇൻ ദ പിക്ചർ 1. പിക്ചർ ഒന്നാമത്തെ പിക്ചറിൽ കാണിച്ചിട്ടുള്ള പോലെ ഒരു ബാങ്കിൾ എടുത്തിട്ട് നമ്മൾ പിടിക്കുക. Then observe the shape of the shadow formed on the wall. എന്നിട്ട് എന്താണ്? ലൈറ്റ് അടിച്ചതിന് ശേഷം ആ വാളിൽ എങ്ങനെയാണോ അത് കാണുന്നത് എന്ന് ഒബ്സർവ് ചെയ്യാം. ഹോൾഡ് എ ബാങ്കിൾ ആസ് ഷോൺ ഇൻ ദ ഫിഗേഴ്സ് 2 and 3. എന്നിട്ട് 2ലും 3ലും കാണുന്ന പോലെ വീണ്ടും ആ ബാങ്കിൾ പിടിച്ചിട്ട് വീണ്ടും നമുക്കൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കാം. റിപ്പീറ്റ് ദ എക്സ്പെരിമെന്റ് യൂസിങ് ദ ഫോളോയിങ് ഒബ്ജക്റ്റ് ഗിവൺ ഇൻ ദ സയൻസ് കിറ്റ്. അപ്പോൾ ഇതേപോലെ ഈ 3 പ്രാവശ്യം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഷേപ്പിൽ വരുന്ന ചേഞ്ചസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം സയൻസ് കിറ്റിൽ നിന്ന് താഴെ പറയുന്ന മെറ്റീരിയൽസ് എടുത്തിട്ട് ഇതേപോലെ നിങ്ങളുടെ അടുത്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ മെറ്റീരിയൽസ് ആണ്? പെന്ന്, ക്രിക്കറ്റ് ബോൾ, പീസ് ഓഫ് ഗ്ലാസ്, ഇൻസ്ട്രുമെന്റ് ബോക്സ്, പ്ലേറ്റ്, സ്റ്റീൽ ഗ്ലാസ്, ഫുട്ബോൾ. ഇതൊക്കെ എടുത്തിട്ട് എന്താണ്? ഹോൾഡ് ഈച്ച് ഒബ്ജക്റ്റ് അഗെയിൻസ്റ്റ് ദ വാൾ ഇൻ ഡിഫറെൻറ്റ് വേസ് ആൻഡ് ലൈറ്റ് ദ ടോർച്ച് ഓൺ ടു ദ ടാബ്ലേറ്റ് യുവർ ഒബ്സർവേഷൻ. എന്നിട്ട് ഓരോ വസ്തുവും ചുമരിൻ്റെ നേരെ പല രീതിയിൽ പിടിച്ചിട്ട് ടോർച്ച് നിങ്ങളൊന്ന് അടിച്ചു നോക്കുക. അതിന് എന്തൊക്കെയാണ് ചേഞ്ചസ് ഉണ്ടാകുന്നത് എന്ന് ഈ പട്ടികയിൽ എഴുതാനാണ്, ടേബിളിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഒബ്ജക്റ്റ് പെന്നാണ്. പെൻ എന്താണ്? ദ ഷേപ്പ് ചേഞ്ചസ്. ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഫുട്ബോളിലാണെങ്കിലോ ദ ഷേപ്പ് ഡസ് നോട്ട് ചേഞ്ച്. ഫുട്ബോളിൽ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നില്ല. ക്രിക്കറ്റ് ബോൾ ഓൾസോ സെയിം, ദ ഷേപ്പ് ഡസ് നോട്ട് ചേഞ്ച്. ഗ്ലാസ് ആണെങ്കിൽ നോ ഷാഡോ ഈസ് ഫോം. ഗ്ലാസ്സിലാണെങ്കിൽ ഷാഡോസ് ഒന്നും ഫോം ചെയ്യില്ല. ഇൻസ്ട്രുമെന്റ് ബോക്സ് ആണെങ്കിൽ ദ ഷേപ്പ് ചേഞ്ചസ്. അതുപോലെ പ്ലേറ്റിലാണെങ്കിൽ ദ ഷേപ്പ് ചേഞ്ചസ്. സ്റ്റീൽ ഗ്ലാസ് ആണെങ്കിൽ ദ ഷേപ്പ് ചേഞ്ചസ്. അപ്പോൾ ഷേപ്പ് ചേഞ്ച് ചെയ്യാത്തത് ഫുട്ബോളും ക്രിക്കറ്റും മാത്രമാണ്. ഗ്ലാസ്സിലാണെങ്കിൽ ഷാഡോ ഫോം ചെയ്യുന്നില്ല. അനലൈസ് ദ ടേബിൾ. ഡു ഓൾ ദ ഒബ്ജക്റ്റ് കാസ്റ്റ് ഷാഡോസ്. എന്താണ്? എല്ലാ ഒബ്ജക്റ്റും ഷാഡോസ് ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലേ. ദെൻ ഓൺ വിച്ച് സൈഡ് ഓഫ് ദ സോഴ്സ് ഓഫ് ലൈറ്റ് ഇൻ ദ ഷാഡോ ഫോംഡ്. എവിടെ നിന്നാണ് ഷാഡോ ഫോം ചെയ്യുന്നത്?
വിച്ച് were the object that always formed shadow of the same shape. എപ്പോഴാണ് ഷാഡോസ് എപ്പോഴും സെയിം ഷേപ്പ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്? ഏതാണ്? സർക്കിൾ ഒബ്ജക്റ്റിൽ മാത്രമാണ്, അഥവാ ഫുട്ബോളിലും ക്രിക്കറ്റ് ബോളിലും മാത്രമാണ് ഷാഡോസ് സെയിം ഷേപ്പിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി ഷാഡോയും ലൈറ്റും തമ്മിലുള്ള ഒരു കണക്ഷനാണ് പറയുന്നത്. All opaque object from shadow formed in the direction opposite to that of the source of light. Only spherical object always from circular ഷാഡോസ്. അപ്പോൾ എന്താ പറയുന്നത്? ഇവിടെ എല്ലാ ഒപ്പാക്യൂ ആയിട്ടുള്ള ഒബ്ജക്റ്റിനും ഷാഡോസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ എവിടെ നിന്നാണോ ലൈറ്റ് വരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഷെയ്ഡിലായിരിക്കും അതിൻ്റെ ഷാഡോ ഫോം ചെയ്യുന്നത്. കൂടാതെ സ്ഫെറിക്കൽ ഒബ്ജക്റ്റിൻ്റെ ഷാഡോസ് എന്ന് പറയുന്നത് എപ്പോഴും സർക്കുലർ ഷേപ്പിലായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു വൃത്താകൃതിയിൽ തന്നെയായിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ try to get different shapes of your shadows as shown in the figure. ഈ ഫിഗറിൽ കാണുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ ഷാഡോസും പഴയ ഷേപ്പിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. The next one, the shadow of the celestial spheres. അഥവാ celestial spheresൽ ഉണ്ടാകുന്ന ഷാഡോസിനെ കുറിച്ചിട്ടാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. The earth, the moon and the other celestial bodies are opaque objects. Do they form shadows? എന്താണ്? ഇതൊക്കെ opaque objects ആണ്. അപ്പോൾ അതൊക്കെ ഷാഡോസ് ഉണ്ടാക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടാക്കുമോ? നമുക്ക് നോക്കാം. We have learned that the sun, a source of light, is very large and that earth is relatively small in size. അഥവാ നമ്മുടെ സണ്ണ് എന്ന് പറയുന്നത് എന്താണ്? സൂര്യനേക്കാൾ വലുതാണെന്നും ഭൂമി എന്ന് പറയുന്നത് സൂര്യനെ അപേക്ഷിച്ച് വളരെ ചെറുതാണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് ദ സൺലൈറ്റ് റീച്ചിങ് ദ എർത്ത്. അപ്പോൾ സൂര്യപ്രകാശം ഭൂമിയിലെത്തുന്നതിൻ്റെ ഒരു ഡയഗ്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ നോക്കൂ, അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഏത് എർത്തിൽ തട്ടി നേരെ ആ സൈഡിലേക്ക് പോകുമ്പോൾ അവിടെ എ എന്നുള്ള ഒരു ഒബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അതെന്താണെന്ന് കൂട്ടുകാർക്ക് അറിയോ? ദ എർത്ത് ഡസ് നോട്ട് അലോ സൺലൈറ്റ് ടു പാസ് ത്രൂ ഇറ്റ്. എന്താണ്? സൺലൈറ്റിനെ എപ്പോഴും നമ്മുടെ എർത്ത് ഫുൾ ഭാഗത്തേക്ക്, അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്ക് കടത്തി വിടുന്നില്ല. ഹെൻസ് ഷാഡോ ഈസ് ഫോംഡ് ഓൺ ദ അതർ സൈഡ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ എന്തായിരിക്കും? ഷാഡോ ഫോം ചെയ്യുന്നുണ്ടായിരിക്കും. ഒബ്സർവ് ദ ഷെയ്ഡഡ് പാർട്ട് എ ഇൻ ദ ഫിഗർ ഇൻ വിച്ച് ദ ഷാഡോ ഓൺ ദ എർത്ത് ഈസ് ഫോംഡ്. അപ്പോൾ എ എന്ന് പറയുന്ന ഇവിടെ എന്താണ്? ഷെയ്ഡ് എന്ന് പറയുന്നത് ഈ എർത്തിൻ്റെ ഷാഡോ ആണ്. അപ്പോൾ അവിടെ എന്തായിരിക്കും? അവിടെ ഇരുട്ടായിരിക്കും. ഷാഡോ കാണുന്ന സ്ഥലത്ത് എന്തായിരിക്കും കൂട്ടുകാരെ? ഇരുട്ടായിരിക്കും അല്ലേ? Then look at the shape of the earth's shadow. Does it look like a കോൺ ഐസ്ക്രീം? അപ്പോൾ ഇതെന്താണ്? ഒരു കോൺ ഐസ്ക്രീമിൻ്റെ പോലെയാണ് ആ എ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അല്ലേ? വാട്ട് ആർ ദ ഫാക്ട്സ് യു ഹാവ് അണ്ടർസ്റ്റുഡ് അബൌട്ട് ദ എർത്ത് ഷാഡോ? അപ്പോൾ ഭൂമിയുടെ ഈ ഷാഡോസുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഫാക്ട്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഒന്ന്, ബി ആൻ ഒപ്പാക്യൂ ഒബ്ജെക്ട് ദ എർത്ത് ഫോംസ് ഇറ്റ് ഷാഡോ. എന്താ പറയുന്നത്? ഭൂമി എന്ന് പറയുന്നത് ഒരു ഒപ്പാക്യൂ ആയതിനാൽ അതിൻ്റെ ഷാഡോസ് ഉണ്ടാകുന്നുണ്ട്. ദ ഷാഡോ ഓഫ് ദ എർത്ത് ഈസ് ഓൾവേസ് ഫോംഡ് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ സൺ. അപ്പോൾ സണ്ണിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എപ്പോഴും നമ്മുടെ എർത്തിൻ്റെ ഷാഡോ രൂപപ്പെടുന്നത്. ദ എർത്ത് ഷാഡോ ഗ്രാജുവലി ഡിമിനിഷസ് ആൻഡ് ഫൈനലി ഡിസപ്പിയേഴ്സ് ആസ് ഇറ്റ് മൂവ് അവേ. അകലേക്ക് പോകും തോറും ഭൂമിയുടെ എന്താണ്? എർത്തിൻ്റെ ഷാഡോ എന്ന് പറയുന്നത് ചെറുതായിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് കോണ് പോലെ, കോണിൻ്റെ അറ്റം എന്ന് പറയുന്നത് ചെറുതായിട്ട് മാറും അല്ലേ? അതേപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. യു ഹാവ് നൗ അണ്ടർസ്റ്റുഡ് ദ ഷേപ്പ് ഓഫ് ദ ഷാഡോ ഓഫ് ദ എർത്ത്. ഇപ്പം നമുക്ക് മനസ്സിലായി എർത്തിൻ്റെ ആ ഒരു ഷാഡോയുടെ ഷേപ്പ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? ഗെസ് വെദർ ഇറ്റ് വിൽ ബി ഡേ ഓർ നൈറ്റ് വെർ എർത്ത് ഷാഡോ ഈസ് ഫോംഡ്. റൈറ്റ് ഇറ്റ് ഡൗൺ. അപ്പോൾ എർത്തിൻ്റെ ഈ ഒരു ഷാഡോ കാണുന്ന ഭാഗത്ത് എന്താണ്? ഡേ ആയിരിക്കുമോ നൈറ്റ് ആയിരിക്കുമോ? എന്താണ് തോന്നുന്നത്? നൈറ്റ് ആയിരിക്കും അല്ലേ? അവിടെ ഇരുട്ടായിരിക്കും, അതുകൊണ്ട് തന്നെ അവിടെ നൈറ്റ് ആയിരിക്കും കാണുന്നത്. ഡിസ്കസ് ദ ടീച്ചർ ആൻഡ് ചെക്ക് വെദർ യുവർ ഗസ് ഈസ് കറക്റ്റ്. അപ്പോൾ ടീച്ചറുമായിട്ട് ഡിസ്കസ് ചെയ്യുക, അത് കറക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഇനി ഇവിടെ അടുത്തൊരു പിക്ചർ തന്നിട്ടുണ്ട്. ആർ ഓൾ celestial ബോഡീസ് ഓഫ് ദ സെയിം സൈസ്. എന്താണ്? ആകാശത്തിലെ എല്ലാ ഗോളങ്ങളും സെയിം ഷേപ്പിലാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആണോ? അല്ല അല്ലേ? ദ സൈസ് ഓഫ് ദ ഷാഡോസ് വേരിയസ് വിത്ത് ദ ചേഞ്ച് ഇൻ ദ സൈസ് ഓഫ് ദ celestial ബോഡി. അഥവാ എന്താ പറയുന്നത്? ആകാശത്തിലെ celestial ബോഡീസിൻ്റെ വലിപ്പത്തിന് അനുസരിച്ച് അതിലുണ്ടാകുന്ന ഷാഡോസിനും വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ഡസിൻ ദ മൂൺ ഓൾസോ കാസ്റ്റ് എ ഷാഡോ ലൈക്ക് ദീസ്? അപ്പോൾ ചന്ദ്രനും എന്താണ്? മൂണും ഇത്തരത്തിലുള്ള ഒരു ഷാഡോ ഉണ്ടാകുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടാവുമല്ലേ? In a celestial sphere, it is day where the light falls and night where the shadow is formed. അപ്പോൾ ഈ celestial ബോഡീസിൽ എവിടെയാണോ
നമ്മുടെ ലൈറ്റ് പതിക്കുന്നത് ഫോൾ ചെയ്യുന്നത് അവിടെ എന്ന് പറയുന്നത് ഡേയും അതുപോലെ തന്നെ അതിൻ്റെ ഷാഡോ എവിടെയാണോ ഫോം ചെയ്യുന്നത് അവിടെ നൈറ്റുമായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ ഗസ് കറക്റ്റാണ്, നമുക്ക് മനസ്സിലായി അല്ലേ. നെക്സ്റ്റ് മൂൺ ഇൻ എർത്ത് ഷാഡോ എന്നുള്ളതാണ്. എന്താണ്? ഭൂമിയുടെ നിഴലിൽ നമ്മുടെ മൂൺ ഉണ്ടാവുന്നതാണ്. ഓക്കെ, ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ. We know that the moon is a sphere that revolves around the earth. എന്താണ്? മൂൺ എന്ന് പറയുന്നത് ഭൂമിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ആ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഗോളമാണെന്ന് നമുക്കറിയാം. Among the following, which is the probable position of the moon in the shadow of the earth? അപ്പോൾ ചന്ദ്രൻ ഭൂമിയെ ഇങ്ങനെ പരിക്രമണം ചെയ്യുമ്പോൾ ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരാൻ സാധ്യതയുള്ള സ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായിരിക്കും താഴെ പറയുന്നവയിൽ കറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. എന്താണ്? ഫിഗർ എ എന്ന് പറയുന്നത് ദ മൂൺ കംസ് ഇൻ ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദ എർത്ത്. ബി എന്ന് പറയുന്നത് ദ എർത്ത് കംസ് ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദ മൂൺ. ഇതിൽ ഏതായിരിക്കും? ഫിഗർ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി ഡിസ്കസ് ആൻഡ് റെക്കോർഡ് യുവർ ആൻസർ ഇൻ ദ സയൻസ് ഡയറി. അപ്പോൾ നിങ്ങളുടെ ഇതിൻ്റെ ആൻസർ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ ഫിഗർ ബിലോ ഷോസ് ദ celestial spheres ദ സൺ ആൻഡ് ദ എർത്ത് ആൻഡ് ദ മൂൺ ഓർബിറ്റ്. അപ്പോൾ ഇവിടെ എന്താണ്? സണ്ണും എർത്തും മൂണും അതിൻ്റെ ഓർബിറ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പിക്ചറാണ് താഴെയായിട്ട് തന്നിട്ടുള്ളത്. അവിടെ BCD ആർ ദ വേരിയസ് പൊസിഷൻസ് ഇൻ ദ പാത്ത് ത്രൂ വിച്ച് ദ മൂൺ റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത്. അപ്പോൾ ഇവിടെ എന്താണ്? BCD എന്ന് പറയുന്നത് അതിൻ്റെ ഓരോന്നിനെയും പാത്തിനെയാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള പാത്താണ് അവിടെ കാണിച്ചിട്ടുള്ളത്. അറ്റ് വിച്ച് ഓഫ് ദീസ് പൊസിഷൻ ഡസ് ദ മൂൺ എൻറ്റർ ദ എർത്ത് ഷാഡോ. അപ്പോൾ ഇതിൽ ഏത് സ്ഥാനത്ത് എത്തുമ്പോഴാണ് മൂണ് ഭൂമിയുടെ നിഴലിൽ പ്രവേശിക്കുന്നത്? ഏതിലാണ്? ബിയിലെത്തുമ്പോഴാണ്. അറ്റ് വാട്ട് പൊസിഷൻ ഡസ് ദ മൂൺ എൻറ്റർ കംപ്ലീറ്റ്ലി ഇൻ ദ എർത്ത് ഷാഡോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും എർത്തിൻ്റെ ഷാഡോയിൽ എത്തുന്നത് എവിടെയാണ്? സിയിലെത്തുമ്പോഴാണ്. അറ്റ് വിച്ച് പോയിന്റ് ഡസ് ദ മൂൺ കം ഔട്ട് ഓഫ് ദ എർത്ത് ഷാഡോ. ചന്ദ്രൻ ഭൂമിയുടെ നിഴലിൽ നിന്നും പൂർണ്ണമായിട്ടും പുറത്തെത്തുന്ന സ്ഥാനം എന്ന് പറയുന്നത് ഡി ആണ്. അപ്പോൾ ഓക്കെ, അവിടെ രണ്ടാമത്തെ ആൻസർ സിയും മൂന്നാമത്തേത് ഡിയുമായിട്ട് വരും. In the above picture, the part of the moon where sunlight falls in facing the earth. അപ്പോൾ മുകളിലെ ചിത്രത്തിൽ സൺലൈറ്റ് പതിയുന്ന ആ ഒരു മൂണിൻ്റെ ഭാഗമാണ് നമുക്ക് അഭിമുഖമായിട്ട് വരുന്നത്. ഓൺ ദിസ് ഡേ ദ മൂൺ ക്യാൻ ബി സീൻ ഫ്രം ദ എർത്ത്. അപ്പോൾ ആ ദിവസങ്ങളിൽ എന്താണ്? എർത്തിൽ നിന്ന് നമുക്ക് മൂണിനെ കാണാൻ വേണ്ടി സാധിക്കും. ബട്ട് വെൻ ദ റീച്ച് പൊസിഷൻ സി യു കാനോട്ട് സീ ദ മൂൺ. അപ്പോൾ അങ്ങനെ സിയുടെ പൊസിഷനിൽ എത്തുമ്പോൾ അവിടെ എന്താണ്? നമുക്ക് മൂണിനെ കാണാൻ വേണ്ടി സാധിക്കില്ല. എന്തുകൊണ്ടാണ്? ഈസ് ഇൻ ദ ബിക്കോസ് ദ മൂൺ കംസ് ഇൻ ദ ഷാഡോ ഓഫ് ദ എർത്ത്. കാരണം എന്താണ്? അത് ഷാഡോയിലായിരിക്കും, അതുകൊണ്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കാത്തത്. ഇനി എന്താണ് ലൂണാർ എക്ലിപ്സ് എന്നാണ് പറയുന്നത്? ആസ് ദ മൂൺ റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത് സംടൈം കംസ് ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദ മൂൺ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. അറ്റ് ദിസ് ടൈം ദ മൂൺ വിൽ ബി ഇൻ ദ ഷാഡോ ഓഫ് ദ എർത്ത്. ദിസ് ഈസ് ലൂണാർ എക്ലിപ്സ്. അപ്പോൾ ചന്ദ്രന് ഭൂമിയെ ഇങ്ങനെ എന്താണ്? റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മുടെ എർത്തും അതുപോലെ സണ്ണും അതുപോലെ മൂണും ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് വരും. അപ്പോൾ ഈ സമയം ഭൂമിയുടെ ഷാഡോയിലായിരിക്കും നമ്മുടെ മൂൺ ഉണ്ടായിരിക്കുക. ഇതിനെയാണ് നമ്മൾ ലൂണാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഇത് മൂന്നും സ്ട്രൈറ്റ് ലൈന് വരുമ്പോഴാണ് അവിടെ ലൂണാർ എക്ലിപ്സ് ഉണ്ടാവുന്നത്. ലൂണാർ എക്ലിപ്സ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫിനോമിന വിസിബിൾ ഇൻ ദ സ്കൈ. അപ്പോൾ ആകാശത്ത് നിന്ന് നമുക്ക് കാണാവുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫിനോമിനയാണ് നമ്മുടെ ലൂണാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. ഡ്യൂറിങ് എ ടോട്ടൽ എക്ലിപ്സ് ദ മൂൺ അപ്പിയേഴ്സ് ഡിം ഇൻ ഓർഗാനിഷ് റെഡ് കളർ. അപ്പോൾ ഈ സമയത്ത് എന്താണ്? നമ്മുടെ മൂൺ എന്ന് പറയുന്നത് ഒരു ഓറഞ്ച് കളർന്ന ഒരു ഓർഗാനിഷ് റെഡ് കളറിലായിരിക്കും ഉണ്ടാവുന്നത്. റിമെമ്പർ ടു ഒബ്സർവ് ദ അപ്കമിങ് ലൂണാർ എക്ലിപ്സ് വിത്തൗട്ട് ഫെയിൽ. അപ്പോൾ എന്താണ്? അടുത്ത ലൂണാർ എക്ലിപ്സ് നിങ്ങൾ എന്തായാലും മറക്കാതെ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം, എർത്ത് ആൻഡ് മൂൺ ഷാഡോ. അപ്പം നമ്മൾ പറഞ്ഞത് എന്താണ് ഇതുവരെ? നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു അല്ലേ. ഇനി അടുത്തതായിട്ട് ഭൂമിയും ചന്ദ്രനും അതിൻ്റെ ഷാഡോയിൽ എങ്ങനെയാണെന്നാണ് അടുത്തതായിട്ട് നോക്കുന്നത്. വാട്ട് ഹാപ്പൻസ് വെൻ ദ മൂൺ കംസ് ഇൻ എ സ്ട്രൈറ്റ് ലൈൻ ബിറ്റ്വീൻ ദ സൺ ആൻഡ് എർത്ത്. അപ്പോൾ സൂര്യനും ഈ സണ്ണിൻ്റെയും അതുപോലെ തന്നെ എർത്തും മൂണും ഒരു സ്ട്രേറ്റ് ലൈനിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നാണ് നോക്കിയത് അല്ലേ. അവിടെ എന്താണ് ഉണ്ടാവുക? നമുക്കറിയാം, ദ മൂൺ ഈസ് എ സ്മോളസ്റ്റ് സ്ഫെയർ ദാൻ എർത്ത്. മൂൺ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയേക്കാൾ ചെറിയ ഒരു സ്ഫെയർ ആണ്, ഒരു ഗോളമാണ്. ക്യാൻ ദ ഷാഡോ ഓഫ് ദ മൂൺ കംപ്ലീറ്റ്ലി കവർ ദ എർത്ത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഈ മൂണിൻ്റെ ഷാഡോസ് നമ്മുടെ എർത്തിനെ പൂർണ്ണമായിട്ടും കവർ ചെയ്യാൻ വേണ്ടി സാധിക്കുമോ? ഇല്ല. കാരണം എന്താണ്? അത് ചെറുതാണ് അല്ലേ. ഇവിടെ ഈ ഒരു പിക്ചറിൽ നോക്കൂ, ഇവിടെ മൂൺ കാണാൻ വേണ്ടി പറ്റും, എർത്ത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ എത്രത്തോളമാണ് അത് കവർ ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ഈ ഒരു പിക്ചറിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫുള്ളായിട്ട് ഒരിക്കലും കവർ ചെയ്യാൻ മൂണിന് സാധിക്കില്ല, ബിക്കോസ് മൂൺ ഈസ് എ സ്മോൾ വൺ.
Now you might have understood that the moon's shadow does not completely cover the earth. ഇപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് ആ ഷാഡോനെ കംപ്ലീറ്റ് ആയിട്ടും മറക്കാൻ വേണ്ടി പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലായി. കാരണം those people on the side in which the moon shadow falls on the earth is the sun at that time. അപ്പം എന്താണ് ഈ ഭൂമിയിൽ നമ്മുടെ മൂണിൻ്റെ ആ ഒരു ഷാഡോ വീഴുന്ന ഭാഗത്തുള്ളവർക്ക് ആ സമയത്ത് എന്താണ് സൂര്യനെ കാണാൻ വേണ്ടി കഴിയുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കഴിയോ? നമുക്കൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് നോക്കാം. അപ്പോൾ the sun cannot be seen at that time because the moon is covering the sun. എന്താണ് സൺ? അപ്പോൾ ആ സമയത്ത് എന്താണ് കാണാൻ വേണ്ടി കഴിയില്ല, കാരണം അവിടെ അതിനെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ, അപ്പോൾ അതുകൊണ്ട് കാണാൻ കഴിയില്ല. ദിസ് ഈസ് സോളാർ എക്ലിപ്സ്. ഇതിനെയാണ് സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. ഡസ് ദിസ് ഫിനോമിന occur during the day or at night? ഇത് രാത്രിയാണോ പകലാണോ സംഭവിക്കുന്നത്? അൺലൈസ് ദ ഫിഗർ അറൈവിംഗ് അറ്റ് ദ ഇൻഫറൻസ് ആൻഡ് ഡിസ്കസ് ഓഫ് ദ ക്ലാസ്. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് ക്ലാസ്സിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞത്. ഇനി താഴെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എന്താണ് സോളാർ എക്ലിപ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. When the moon revolves around the earth, the moon rarely comes in between the earth and the sun in a straight line. At this time, the moon shadow falls on the earth. People in the area where the moon shadow falls cannot be seen sun because the moon covers the sun. This is solar eclipse. A solar eclipse is visible only to those in the lunar shadow. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത് തന്നെയാണ്, നമ്മുടെ ഭൂമിയെ ഇങ്ങനെ റിവോൾവ് ചെയ്യുമ്പോൾ അവിടെ ഭൂമിയും അതുപോലെ തന്നെ ചന്ദ്രനും സൂര്യനും ഒരേ സ്ട്രൈറ്റ് ലൈന് വരും. ആ സമയത്ത് നമ്മുടെ മൂണിൻ്റെ ഷാഡോ ഭൂമിയിൽ വീഴുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് എന്താണ് മൂണിൻ്റെ ആ നിഴല് കൊണ്ട് ആ ഷാഡോ കൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ളവർക്ക് നമ്മുടെ സണ്ണിനെ കാണാനും സാധിക്കില്ല. ഇതിനെയാണ് നമ്മൾ സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല ആ മൂണിൻ്റെ ഷാഡോ വീഴുന്ന പ്രദേശത്തുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു സോളാർ എക്ലിപ്സ് കാണാനും സാധിക്കുന്നത്, എല്ലാവർക്കും കാണാനും സാധിക്കില്ല. ഇനി ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ഡിഫറെൻറ്റ് സോളാർ എക്ലിപ്സ്. അപ്പോൾ സോളാർ എക്ലിപ്സിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പിക്ചേഴ്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ടോട്ടൽ സോളാർ എക്ലിപ്സ്, മറ്റൊന്ന് ആനുലർ സോളാർ എക്ലിപ്സ്, മറ്റൊന്ന് പാർഷ്യൽ സോളാർ എക്ലിപ്സ്. അപ്പോൾ ഈ 3 തരത്തിലാണ് സോളാർ എക്ലിപ്സ് ഉള്ളത്. വി ക്യാൻ ഒബ്സർവ് ടോട്ടൽ സോളാർ എക്ലിപ്സ്, ആനുലർ solar eclipse and partial solar eclipse. Analyze the above picture, discuss their characteristics and record them in the science diary. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കി നിങ്ങളുടെ അടുത്ത് സയൻസ് ഡയറിയിൽ എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. ഇനി അടുത്തത് ഒബ്സർവിങ് എ സോളാർ എക്ലിപ്സ്. എങ്ങനെയാണ് നമ്മളൊരു സോളാർ എക്ലിപ്സ് ഒബ്സർവ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നോക്കുന്നത്. യു മൈറ്റ് ഹാവ് നോട്ടീസ്ഡ് ദ ന്യൂസ് റിലേറ്റഡ് ടു ദ സോളാർ എക്ലിപ്സ് ഇൻ ന്യൂസ് പേപ്പേഴ്സ്. ന്യൂസ് പേപ്പേഴ്സിലൊക്കെ നിങ്ങൾ സോളാർ എക്ലിപ്സിനെ കുറിച്ചിട്ടുള്ള ന്യൂസൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. Places suitable for observing solar eclipse and the precautions to be taken usually appears in the newspaper. അപ്പോൾ ന്യൂസ് പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരിക്കും എന്തൊക്കെ പ്രിക്വേഷൻസ് നമ്മൾ എടുക്കണം, ഏതൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേസിലാണ് നിങ്ങൾ പോയി നിൽക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഹൗ ക്യാൻ വി ഒബ്സർവ് ദ സോളാർ എക്ലിപ്സ് സേഫ്ലി? എങ്ങനെയാണ് സോളാർ എക്ലിപ്സ് നമുക്ക് സേഫ് ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്? അപ്പോൾ മെത്തേഡ്സ് ഓഫ് ഒബ്സർവേഷൻ, എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യേണ്ടത് എന്നുള്ള മെത്തേഡ്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ലൂണാർ എക്ലിപ്സ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഡയറക്ട്ലി. എന്താണ് സോളാർ എക്ലിപ്സ് നമുക്ക് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റും. ബട്ട് ഒബ്സർവിങ് ദ സോളാർ എക്ലിപ്സ് ഡയറക്ട്ലി ഈസ് ഹാംഫുൾ ടു ദ ഐസ്. പക്ഷെ എന്താണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നോക്കുമ്പോൾ നമ്മുടെ കണ്ണിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഹെൻസ് ദ സോളാർ എക്ലിപ്സ് മസ്റ്റ് ബി ഒബ്സർവ്ഡ് ഓൺലി ബൈ യൂസിങ് ഫിൽറ്റേഴ്സ് ആൻഡ് റിഫ്ലക്റ്റിംഗ് ദ സൺസ് റേസ് ഇൻ ഡിഫറെൻറ്റ് വേസ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഫിൽറ്ററുകളും അതുപോലെ തന്നെ എന്താണ് സൂര്യരശ്മികൾ പതിപ്പിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു സോളാർ എക്ലിപ്സ് കാണേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എക്ലിപ്സസ് ക്യാൻ ബി ഒബ്സർവ്ഡ് യൂസിങ് ക്വാളിറ്റി ഫിൽറ്റേഴ്സ് ആൻഡ് ടെലസ്കോപ്പ് ആൻഡ് ബൈനോക്കുലേഴ്സ്. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത്. ഡെമോക്രാറ്റീവ് കിൽറ്റേഴ്സ് പേപ്പേഴ്സ് ആൻഡ് അൺസേഫ് എക്സ്റേ ഫിലിം ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഫോർ ഒബ്സർവിങ് സോളാർ എക്ലിപ്സ്. അപ്പോൾ സോളാർ എക്ലിപ്സ് കാണണമെങ്കിൽ നിങ്ങൾ എന്താണ് അലങ്കാരത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഈ ഗിൽറ്റർ പേപ്പറുകളോ അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ളല്ലാത്ത എക്സ്റേകളോ ഫിലിമുകളോ എന്ന് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കാണരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സോളാർ ഫിൽറ്റർ സ്പെക്സ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പിൻഹോൾ പ്രൊജക്ടർ വന്നിട്ടുണ്ട്, സോളാർ ഫിൽറ്റർ യൂസ് ഇൻ ദ ടെലസ്കോപ്പ് വന്നിട്ടുണ്ട്, മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻ യൂസ് ഇൻ ടെലസ്കോപ്പ്. അതൊക്കെ എങ്ങനെയാണെന്നാണ് ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണ് പ്രെഡിക്റ്റിംഗ് ആൻ എക്ലിപ്സ്, എങ്ങനെയാണ് ഒരു എക്ലിപ്സ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് എന്നാണ്. അത് കൂട്ടുകാർ വായിച്ചു നോക്കാം. ഇനി മീനിങ് ഓഫ് ദ മൂൺലൈറ്റ്, എന്താണ് മൂൺലൈറ്റ്, അതിൻ്റെ മീനിങ് എന്താണ്, അതെങ്ങനെയാണെന്നാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹാവൻറ്റ് യു സീൻ എ ബ്യൂട്ടിഫുൾ ഗ്ലോയിങ് മൂൺ ഇൻ ദ സ്കൈ അറ്റ് നൈറ്റ്? എന്താണ് രാത്രിയിൽ നിങ്ങൾ ഇതുപോലെ ചന്ദ്രൻ ഇങ്ങനെ പ്രകാശിക്കുന്നതായിട്ട് അല്ലേ കണ്ടിട്ടുണ്ടല്ലേ. ഹൗ ഇറ്റ് ഈസ് പോസിബിൾ ഫോർ ദ മൂൺ ടു ഷൈൻ ടു ബ്രൈറ്റ്ലി?
വെൻ ഇറ്റ് ഈസ് കാൺഡ് ഷൈ ബൈ ഇറ്റ് സെൽഫ്. എന്താണ്, എങ്ങനെയാണ് ഈ മൂണിന് ഇങ്ങനെ പ്രകാശിക്കാൻ വേണ്ടി കഴിയുന്നത്? കാരണം എന്താണ്, അതിന് സ്വയം പ്രകാശിക്കാൻ കഴിയാത്ത ഒന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറാണ് അവിടെ തന്നിട്ടുള്ളത്. ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. വാട്ട് വുഡ് ബി ദ റീസൺ ഫോർ ദ ബ്രൈറ്റ്നസ് ഓഫ് ദ മൂൺ? എന്തായിരിക്കും ആ ഒരു മൂണിൻ്റെ ബ്രൈറ്റ്നസ്സിൽ കാരണം? In the picture given below can see the sunlight falling simultaneously on the earth and the moon. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള പിക്ചറിൽ നമുക്ക് എന്താണ്, ഒരേ സമയം ഭൂമിയിലും ചന്ദ്രനിലും സൂര്യപ്രകാശം പതിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ ഇമേജ് ഷോസ് ദ ലൈറ്റ് ഫോളിംഗ് ഓൺ ദ മൂൺ റീച്ച് ദ എർത്ത് ആഫ്റ്റർ റിഫ്ലക്ഷൻ. അപ്പോൾ നേരെ ഇതെന്താണ്, നമ്മുടെ എർത്തിലേക്ക് എത്തും. അതിൻ്റെ റിഫ്ലക്ഷനാണ് നമുക്ക് മൂണിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ആ റിഫ്ലക്ഷനെയാണ് നമുക്ക് ഇത്രയും ബ്രൈറ്റ് ആയിട്ട് കാണാൻ കഴിയുന്നത് എന്നാണ് പറയുന്നത്. മൂൺലൈറ്റ് ഈസ് സൺലൈറ്റ് റിഫ്ലക്ട് ഫ്രം ദ മൂൺ. എന്താണ് മൂൺലൈറ്റ് എന്ന് പറയുന്നത്? സൺലൈറ്റിന്റെ മൂണിലെ റിഫ്ലക്ഷൻ ആണ്. ദ സർഫേസ് ഓഫ് ദ മൂൺ ഈസ് റഫ്. അപ്പോൾ മൂണിന്റെ സർഫേസ് എന്ന് പറയുന്നത് ഭയങ്കര റഫ് ആണ്. ഇറ്റ് ഈസ് ഡ്യൂ ടു റെഗുലർ ഓർ ഇറഗുലർ റിഫ്ലക്ഷൻ. ഡിസ്കസ് ദ റൈറ്റ് ആൻഡ് ഡൗൺ ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ ഇവിടെ റെഗുലർ ആയിട്ടോ അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ടോ ഉള്ള റിഫ്ലക്ഷൻ ആണോ നടക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് കൂട്ടുകാർ, റെഗുലർ ആയിരിക്കുമോ അതോ ഇറഗുലർ ആയിരിക്കുമോ? കൂട്ടുകാർക്ക് എന്താ തോന്നുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ. The sunlight falling on the moon surface get scattered and reach the earth. This is a moonlight that we see at night. അപ്പോൾ ഈ ഒരു മൂണിൻ്റെ അതിൻ്റെ എന്താ പറയുക സർഫേസിൽ എത്തുന്ന ആ ഒരു സ്കാറ്റേഴ്സ്, അതിൻ്റെ റിഫ്ലക്ഷനാണ് അവിടെ എന്തായിട്ട് മാറുന്നത്? മൂൺലൈറ്റ് ആയിട്ട് മാറുന്നത്. അറ്റ് നൈറ്റ് യു ഒബ്സർവ്ഡ് എക്സ്പീരിയൻസ് ഓഫ് ബ്രൈറ്റ് ആസ് വെൽ ആസ് ഡിം മൂൺലൈറ്റ്. ലെറ്റ്സ് ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ ദം. അപ്പം എന്താണ്, ചില ദിവസങ്ങളിൽ നല്ല ലൈറ്റ് ഉണ്ടായിരിക്കും അല്ലേ, ചില ദിവസങ്ങൾ കുറവായിരിക്കും. അപ്പം എന്താണ് അതിൻ്റെ കാരണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാരണം എന്താണ്, അവിടെ സൂര്യൻ്റെ പ്രകാശം തട്ടുന്നതിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും. അടുത്തത് ഫേസസ് ഓഫ് ദ മൂൺ എന്നുള്ളതാണ് അടുത്തതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ സൂര്യൻ എല്ലാ ദിവസവും നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് ഒരേ ആകൃതിയിലാണോ കാണുന്നത് അല്ലേ? എന്നാൽ ചന്ദ്രനെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? സൂര്യൻ നമുക്ക് എല്ലാ ദിവസവും സെയിം ആയിട്ടാണ് കാണുന്നത് അല്ലേ, പക്ഷേ ചന്ദ്രനെ കാണുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ്. അത് മനസ്സിലാക്കാനുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് പറയുന്നത്. അത് കൂട്ടുകാർ വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഓൺ വിച്ച് ബോൾ ക്യാൻ ബി ചൈൽഡ് സീ ദ ഷാഡോ പോർഷൻ കംപ്ലീറ്റ്ലി? കുട്ടിയിൽ എവിടെ ഇരിക്കുമ്പോഴാണ് ആ ഷാഡോൻ്റെ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് കാണുന്നത്? എയിലിരിക്കുമ്പോഴാണ് കേട്ടോ. അതുപോലെ ബോൾ ബാലൻസ്ഡ് അറ്റ് വിച്ച് പൊസിഷൻ ഇനാബിൾസ് ദ ചൈൽഡ് ടു വ്യൂ ഹാൾ ഇലുമിനേറ്റഡ് ആൻഡ് ഹാഫ് ഷാഡോ പൊസിഷൻ. അപ്പോൾ പകുതി പ്രകാശവും പകുതി നിഴൽഭാഗവും കാണുന്നത് എപ്പോഴാണ്? ബിയിൽ വെക്കുമ്പോഴാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഓൺ വിച്ച് ബോൾ ക്യാൻ ബി ചൈൽഡ് സീ ഇൻ ദ ഇലുമിനേറ്റഡ് പൊസിഷൻ കംപ്ലീറ്റ്ലി? പ്രകാശം പതിയുന്ന ഭാഗത്ത് പൂർണ്ണമായും കുട്ടിക്ക് കാണാൻ സാധിക്കുന്നത് എപ്പോഴാണ്? സിയിൽ വെക്കുമ്പോഴാണ്. ഓക്കെ. Then given below are the positions and shapes in which a child observe the moon in the sky after sunset on different days. Analyze the given picture based on the activity you have done. അപ്പോൾ എന്താണ്, ഒരു കുട്ടി വിവിധ ദിവസങ്ങളിൽ സൂര്യാസ്തമന ശേഷം ചന്ദ്രനെ ആകാശത്ത് കണ്ട അതിൻ്റെ സ്ഥാനവും ആകൃതിയുമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. അതൊന്ന് അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. Then, doesn't the illuminated parts of the moon viewed from the earth shadow a different at each position? അപ്പോൾ എന്താണ്, ഓരോ പൊസിഷനിൽ എത്തുമ്പോഴും ഭൂമിയിൽ നിന്ന് ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം കാണുന്നത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ടേബിളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ വെൻ ദ മൂൺ റീച്ച് ദ പൊസിഷൻ ഡി, ഡിയിലെത്തുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ദ ഷാഡോ സൈഡ് ഓഫ് ദ മൂൺ കംപ്ലീറ്റ്ലി ഫേസസ് ദ എർത്ത്. ചന്ദ്രൻ്റെ നിഴൽഭാഗം പൂർണ്ണമായിട്ടും ഭൂമിക്ക് ഫേസ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. വെൻ ദ മൂൺ റീച്ചസ് ദ പൊസിഷൻ ഇ, ഇയിലേക്ക് വരുമ്പോൾ ഹാഫ് ദ ഇലുമിനേറ്റഡ് ആൻഡ് ഹാഫ് ദ ഷാഡോ സൈഡ്സ് ഫേസ് ദ എർത്ത്. അവിടെ പകുതി പ്രകാശിത ഭാഗവും പകുതി നിഴൽഭാഗവും ഭൂമിക്ക് ഫേസ് ചെയ്തുകൊണ്ട് വരുന്നു. വെൻ ദ മൂൺ റീച്ച് ദ പൊസിഷൻ എഫ്, എഫിലെത്തുമ്പോഴോ ദ ഇലുമിനേറ്റഡ് സൈഡ് കംപ്ലീറ്റ്ലി ഫേസസ് ദ എർത്ത്. പ്രകാശിത ഭാഗം പൂർണ്ണമായിട്ടും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരികയാണ് ചെയ്യുന്നത്. ഇനി ന്യൂ മൂണും ഫുൾ മൂണും എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. ന്യൂ മൂൺ ഒക്കേഴ്സ് വെൻ ദ ഷാഡോ സൈഡ്സ് ഓഫ് ദ മൂൺ കംപ്ലീറ്റ്ലി ഫേസസ് ദ എർത്ത്.
അപ്പം എന്താണ്, ചന്ദ്രന്റെ നിഴൽഭാഗം പൂർണ്ണമായും ഭൂമിക്ക് ഫേസ് ചെയ്തുകൊണ്ട് വരുന്ന ദിവസത്തെയാണ് നമ്മൾ ന്യൂ മൂൺ എന്ന് പറയുന്നത്. വി കനോട്ട് സീ ദ മൂൺ ഇൻ ദിസ് ഡേ. ആ ദിവസം നമുക്ക് മൂണിനെ കാണാൻ വേണ്ടി പറ്റില്ല. ഫുൾ മൂൺ occurs when the illuminated part of the moon completely faces the earth. ഇനി ചന്ദ്രന്റെ മൂണിന്റെ ആ ഒരു പ്രകാശിക്കുന്ന ഭാഗം പൂർണ്ണമായിട്ടും ഭൂമിക്ക് ഫേസ് ചെയ്തു വരുന്ന ദിവസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹാഫ് മൂൺ എന്ന് പറയുന്നത്. ഹാഫ് മൂൺ ഈസ് സീൻ ദ ഹാഫ് ഇലുമിനേറ്റഡ് ആൻഡ് ഹാഫ് ഷാഡോ പോർഷൻ ഓഫ് ദ മൂൺ ഫേസ് ദ എർത്ത്. ഓക്കെ, ഇനി അടുത്തത് വാക്സിംഗ് ആൻഡ് വാനിങ് ആണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ. ദ ടു പിക്ചേഴ്സ് എ ആൻഡ് ബി റെപ്രസെന്റ് ദ റെവല്യൂഷൻ ഓഫ് ദ മൂൺ ഫ്രം ദ ന്യൂ മൂൺ ടു ഫുൾ മൂൺ ആൻഡ് വൈസ് വേഴ്സ. ആർ ബോത്ത് പിക്ചേഴ്സ് ആർ ലൈക്ക്? വാട്ട് ഡിഫറൻസ് ക്യാൻ യു ഒബ്സർവ് ദീസ് പിക്ചേഴ്സ്? അപ്പോൾ രണ്ട് പിക്ചറിൽ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? ഒന്ന് ന്യൂ മൂണിൽ നിന്നും ഒരു ഫുൾ മൂണിലേക്ക് വരുന്നതും ഫുൾ മൂണിൽ നിന്നും ന്യൂ മൂണിലേക്ക് വരുന്നതുമുള്ള ആ ഒരു ഡിഫറൻസിയേഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ പിക്ചർ ഒബ്സർവ് ചെയ്യാനാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് താഴെ രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, വിച്ച് പിക്ചർ ഷാഡോ ദ എലിമിനേറ്റഡ് പോർഷൻ ഓഫ് ദ മൂൺ ഗെറ്റിംഗ് ഇൻക്രീസ്ഡ് വെൻ വ്യൂഡ് ഫ്രം ദ എർത്ത്? ഏത് ചിത്രത്തിലാണ് ഈ മൂണിന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഇൻക്രീസ് ചെയ്ത് വരുന്നതായിട്ട് കാണുന്നത്? ഏതിലാണ്? എയിലാണ്. ഓക്കെ, എയിലാണ് കാണുന്നത്. ഇനി അടുത്തത്, വിച്ച് പിക്ചർ ഷോസ് ദ ഇലുമിനേറ്റഡ് പോർഷൻ ഓഫ് ദ മൂൺ ഗെറ്റിംഗ് ഡിക്രീസ്ഡ് വെൻ വ്യൂഡ് ഫ്രം ദ എർത്ത്? അത് ഏത് ചിത്രത്തിലാണ് പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഡിക്രീസ് ചെയ്തു വരുന്നതായിട്ട് കാണുന്നത്? ബിയിലാണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ് വാക്സിംഗ്, എന്താണ് വാനിങ് എന്നാണ് അടുത്തതായിട്ട് പറയുന്നത്. വെൻ ദ വ്യൂഡ് ഫ്രം ദ എർത്ത് ദ ഇലുമിനേറ്റഡ് പാർട്ട് ഓഫ് ദ മൂൺ കീപ്സ് ഓൺ ഇൻക്രീസിംഗ് ഫ്രം ദ ന്യൂ മൂൺ ടു ഫുൾ മൂൺ. ദിസ് പീരീഡ് ഈസ് നോൺ ആസ് ദ വാക്സിംഗ് ഓർ വൈറ്റ് ഹാലോ. അതോ മൂണിൻ്റെ ആ ഒരു പ്രകാശിക്കുന്ന ഭാഗം നമ്മുടെ എർത്തിൽ നിന്ന് കാണുന്നത് നമ്മൾ എന്ത് പറയുന്നു? അതിനെ ഫുൾ മൂൺ എന്നും, അത് ഫുൾ മൂൺ മുതൽ അല്ല ന്യൂ മൂൺ മുതൽ ഫുൾ മൂൺ വരെയുള്ള ആ ഒരു ഇൻക്രീസിങ് ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാക്സിംഗ് അല്ലെങ്കിൽ വൈറ്റ് ഹാലോ എന്ന് പറയുന്നത്. വെൻ വ്യൂഡ് ഫ്രം ദ എർത്ത് ദ ഇലുമിനേറ്റഡ് പാർട്ട് ഓഫ് ദ മൂൺ കീപ്സ് ഓൺ ഡിക്രീസിംഗ് ഫ്രം ദ ഫുൾ മൂൺ ടു ന്യൂ മൂൺ. ദിസ് പീരീഡ് നോൺ ആസ് ദ വാനിങ് ഓർ ബ്ലാക്ക് ഹാലോ. ഇനി അടുത്തത്, ഫുൾ മൂൺ മുതൽ ന്യൂ മൂൺ വരെയുള്ള ആ ഒരു ഡിക്രീസിങ്ങിൻ്റെ ആ ഒരു സമയത്തെയാണ് നമ്മൾ വാനിങ് അല്ലെങ്കിൽ ബ്ലാക്ക് ഹാലോ എന്ന് പറയുന്നത്. വാക്സിംഗ് ആൻഡ് വാനിങ് അഥവാ വൃതിക്ഷയം ഈസ് ദ ഡിഫറൻസ് ഇൻ വ്യൂയിങ് ദ ഇലുമിനേറ്റഡ് ആൻഡ് ഷാഡോ പൊസിഷൻ ഓഫ് ദ മൂൺ ആസ് റിവോൾവ് ഇറ്റ് അറൌണ്ട് ദ എർത്ത്. അതോ ഭൂമിയെ റിവോൾവ് ചെയ്യുന്ന ആ ഒരു മൂണിൻ്റെ പ്രകാശിത ഭാഗവും അതിൻ്റെ ഷാഡോ ഭാഗവും എർത്തിൽ നിന്നും കാണുന്ന ആ ഒരു വ്യത്യാസത്തെയാണ് നമ്മൾ വൃതിക്ഷയം അല്ലെങ്കിൽ വാക്സിംഗ് ആൻഡ് വാനിങ് എന്ന് പറയുന്നത്. അത് ഇന്ത്യാസ് വണ്ടർ ദാറ്റ് ലാൻഡഡ് ഓൺ മൂൺ എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ചന്ദ്രയാനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കൂട്ടുകാർ അത് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ദെൻ ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് ദ ന്യൂ മൂൺ ഡേ ആൻഡ് ഫുൾ മൂൺ ഡേ ഫ്രം എ കലണ്ടർ? ഇനി കലണ്ടറിൽ എങ്ങനെയാണ് നമ്മൾ ഇത് മനസ്സിലാക്കുന്നത് എന്ന് ആണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ദ സിമ്പിൾ, ഇവിടെ ഒരു സിമ്പിൾ തന്നിട്ടുണ്ട് അല്ലെ, ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ടുള്ള. ആൻഡ് ദ സിമ്പിൾ ഒരു സർക്കിളും തന്നിട്ടുണ്ട്. ആർ യൂസ്ഡ് ഇൻ എ കലണ്ടർ ഇൻ ടു റെപ്രസെന്റ് ന്യൂ മൂൺ ആൻഡ് ഫുൾ മൂൺ റെസ്പെക്റ്റീവ്ലി. അതിൽ കറുത്ത് എന്ന് പറയുന്നത് എന്താണ്? ന്യൂ മൂണും അതുപോലെ ഒന്നുമില്ലാത്തത് എന്ന് പറയുന്നത് ഫുൾ മൂണും ആയിരിക്കും. ഒബ്സർവ് ദ കലണ്ടർ ആൻഡ് അണ്ടർസ്റ്റാൻഡ്. നമുക്കിത് ഒബ്സർവ് ചെയ്തിട്ട് മനസ്സിലാക്കാം. ഇവിടെ നോക്കൂ, 2023 മെയിലെ കലണ്ടറാണ് തന്നിട്ടുള്ളത്. ഇവിടെ ദ ഡേറ്റ് ഓഫ് ദ ഫുൾ മൂൺ ഇൻ ദ കലണ്ടർ, ഇതിൽ ഫുൾ മൂൺ എന്ന് പറയുന്നത് ഏത് ദിവസമാണ്? May 5 ദ കലണ്ടർ ഓഫ് ന്യൂ മൂൺ ഇൻ ദ കലണ്ടർ, ഇതിലെ ന്യൂ മൂൺ എന്ന് പറയുന്നത് May 19 നമ്പർ ഓഫ് ഡേയ്സ് ടേക്കൻ ടു റീച്ച് ന്യൂ മൂൺ ഫ്രം ഫുൾ മൂൺ, അഥവാ ന്യൂ മൂണിൽ നിന്ന് ഫുൾ മൂണിലേക്ക് എടുക്കുന്ന ഡേയ്സ് എന്ന് പറയുന്നത് 14 days ആണ്. ഓക്കെ, ദ എക്സാമിൻ ദ നെക്സ്റ്റ് മന്ത്സ് കലണ്ടർ ഓൾസോ ഫൈൻഡ് ഔട്ട് ദ മെനി ഡേയ്സ് ആർ നീഡഡ് ഫോർ മൂൺ ടു റീച്ച് ദ നെക്സ്റ്റ് ന്യൂ മൂൺ ആൻഡ് ദ ഫുൾ മൂൺ. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ്? ന്യൂ മൂണിൽ നിന്നും ഫുൾ മൂണിലേക്ക് എടുക്കുന്ന ആ ഒരു ഡേയ്സ് ആണ് അടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അടുത്തത് ജൂണിലെ കലണ്ടറാണ്. ദ ഡേറ്റ് ഓഫ് ദ ഫുൾ മൂൺ എന്ന് പറയുന്നത് June 4 ഡേറ്റ് ഓഫ് ദ ന്യൂ മൂൺ ഇൻ ദ കലണ്ടർ എന്ന് പറയുന്നത് June 18 Then the number of the days between two consecutive new moons by checking both of the calendars. ഇതിൽ രണ്ട് കലണ്ടറും പരിശോധിച്ചതിന് ശേഷം രണ്ടടുത്തുള്ള ന്യൂ മൂണിലേക്ക് എടുക്കുന്ന ഡേയ്സ് എന്ന് പറയുന്നത് 30 days ആണ്. ഓക്കെ, ഡിഡ്ന്റ് ടേക്ക് ദ 30 days ഫോർ വൺ ന്യൂ മൂൺ ടു റീച്ച് ദ നെക്സ്റ്റ്. അപ്പോൾ ഒരു ന്യൂ മൂൺ അടുത്ത ന്യൂ മൂണിലേക്ക് എത്താൻ 30 days ആണ് എടുക്കുന്നത്. ദ മൂൺ ടേക്സ് 1/3 days ടു റിവോൾവ് അറൌണ്ട് ദ എർത്ത് വൺസ്. വാട്ട് ഈസ് ദ റീസൺ ടു ദ ഡിഫറൻസ്? എന്താണ് ഇവിടെ? ഒരു ഭൂമിയെ പരിക്രമണം ചെയ്യാൻ റിവോൾവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് 27.4 ദിവസമാണ്. എന്തുകൊണ്ടായിരിക്കും എന്നാണ് നോക്കുന്നത്. അടുത്തതായിട്ട് ഫ്രം ന്യൂ മൂൺ ടു ന്യൂ മൂൺ, ഒരു ന്യൂ മൂണിൽ നിന്നും അടുത്ത ന്യൂ മൂണിലേക്കുള്ള
ചേഞ്ചസിനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. The earth needs 365 1/4 days to revolve around the sun once. അപ്പോൾ ഭൂമിക്ക് ഒരു തവണ സൂര്യനെ ഇങ്ങനെ റിവോൾവ് ചെയ്യണമെങ്കിൽ 365 1/4 ദിവസം വേണം. Okay, by the time the moon revolves around the earth once, the earth would have traveled some distance in the orbit ആൻഡ് ദ മൂൺ അറൗണ്ട് ദ സൺ. അപ്പോൾ ഇവിടെ ചന്ദ്രനെ ഭൂമിയെ ഒരു തവണ ഇങ്ങനെ റിവോൾവ് ചെയ്തിട്ട് ഭൂമിയെ ചന്ദ്രനുമൊത്ത് ഇങ്ങനെ ചുറ്റി അതിൻ്റെ ഓർബിറ്റിലൂടെ സഞ്ചരിക്കണമെങ്കിൽ കുറച്ച് ദിവസം ആവശ്യമാണ്. ദസ് ഈ ചേഞ്ചസ് ഒക്കെ ടു പൊസിഷൻ ഓഫ് ദ എർത്ത്. ഇതെന്താണ്? നമ്മുടെ എർത്തിൻ്റെ പൊസിഷൻ അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം. ഹെൻസ് ദ മൂൺ വിൽ ഹാവ് ടു ട്രാവൽ സം മോർ ഡിസ്റ്റൻസ് ഓഫ് ദ സെയിം പാത്ത് റിപ്പീറ്റ്ലി ടു സീ ദ ഫേസ് ഓഫ് ദ മൂൺ. ഇറ്റ് ടേക്സ് മോർ ദാൻ 2 days ഓഫ് ദിസ് ഈസ് വൈ ഇറ്റ് ടേക്സ് 29.5 days ഫോർ ദ ന്യൂ മൂൺ ടു നെക്സ്റ്റ് ന്യൂ മൂൺ. അപ്പോൾ എന്താണ്? ഇവിടെ അതേ പാതയിൽ അത് സഞ്ചരിച്ച് അത് 2 ദിവസത്തിലധികം സമയം വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരു ന്യൂ മൂൺ മുതൽ അടുത്ത ന്യൂ മൂൺ വരെയുള്ള സമയം എന്ന് പറയുന്നത് എന്താണ്? 29 ദിവസങ്ങൾ വേണ്ടി വരും. അതുകൊണ്ടാണ് ഇത്രയും ചേഞ്ചസ് വന്നിട്ടുള്ളത്, 30 days എന്ന് നമ്മൾ പറയുന്നത്. ഇത് കലണ്ടറിൽ നോക്കി നിങ്ങളടുത്ത് മനസ്സിലാക്കാനാണ് പറഞ്ഞത്. ലെറ്റ്സ് ഒബ്സർവ്. വി ഹാവ് സെർച്ച് ദ റീസൺസ് ഓഫ് ദ ബ്യൂട്ടിഫുള്ളി സൈറ്റ്സ് ഓഫ് ദ സ്കൈ. അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ പഠിച്ചത്? നമ്മുടെ ആകാശത്തിൻ്റെ ഒരുപാട് കാഴ്ചകളെ കുറിച്ചിട്ടാണ് പഠിച്ചത് അല്ലേ. ഫൈൻഡ് ഔട്ട് ദ ന്യൂ മൂൺ ആൻഡ് ഫുൾ മൂൺ ഡേയ്സ് ഇൻ ദ മന്ത്സ് കലണ്ടർ ആൻഡ് ഒബ്സർവ് ദ മൂൺ എവറി ഡേ ആഫ്റ്റർ ദ സൺസെറ്റ് ഫ്രം ന്യൂ മൂൺ ടു ഫുൾ മൂൺ. അപ്പോൾ നിങ്ങൾ ഒരു ന്യൂ മൂൺ മുതൽ അടുത്ത ഫുൾ മൂൺ വരെ നിങ്ങൾ എല്ലാ ദിവസവും ഒന്ന് ഒബ്സർവ് ചെയ്യുക. എന്തൊക്കെയാണ് ചേഞ്ചസുകൾ ഉള്ളത് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ന് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ ഭാഗങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി. ഇനി അടുത്തതായിട്ട് നമുക്കിതിൽ ലെറ്റ്സ് അസസ് ആണ് നോക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ കംപ്ലീറ്റ് ഒരു നോട്ടും ഈ ഒരു ലെറ്റ്സ് അസസും കൂടെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പാഠഭാഗമായിട്ടുള്ള നെക്സ്റ്റ് ചാപ്റ്റർ ഹേർട്ട് നോട്ട് ദ എൻവയോൺമെൻറ്റ് എന്ന 9th ചാപ്റ്ററും കൂടെ നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.